ക്ഷമിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും മനുഷ്യരമായ നല്ലയും സദാകാലത്തേക്കും ഇടപെടാതെ ഗ്രഹിക്കുവാൻ തമ്പുരാനെ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിലും മാലിന്യങ്ങൾ തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിലും പാപങ്ങളും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവിനെ സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന നാഴികയൊക്കെയും തന്നെ നാമോർത്ത് മഹത്വപ്പെടുത്തണം. കുലകുന്യമോ സുഖായ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ ഉയർന്നവറ്റതീതനായിരിക്കുന്നവരും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങൾ ഉറവയുമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂർവനും അനാദ്യന്തമായ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതരമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവമുടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവുകൊണ്ടും അതിനെ വിവാഹം ചെയ്ത് നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചൂട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തിൽ അതിന് മോദനമായിട്ട് വെടിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിനെ നൽകത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലം നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോദനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളൻ പുത്രിയായ മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണമായി തീരുവാൻ സന്നിധിയാകണമേ. കർത്താവിന്റെ സകല മാലിന്യങ്ങളും പ്രേക്ഷകരും അവതരിക്കുവാൻ കൃപയോട് നീ സന്നിധിയാകണമേ. ദൈവമായ കർത്താവിനത്തിലും പരിദ്രാഹമായവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആവിഷ്കാരം ഉദാരത്തിൽ അവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോട് ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിലും മാലിന്യങ്ങളിലും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. കൊള്ളുമാറാകട്ടെ. We'll
വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ അവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാക്കുൽ സുബാനുലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതേ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയാനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞ അനുഗ്രഹപ്രദമായ അംഗീകരിച്ചാൽ മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതേ അതിശയമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്നും ഓരാചാരന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വാദശീതളായി മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളെ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുമായി നീ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുതൽ കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ അവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവതമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ അവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായിരിക്കും വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീപായാലെ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാപുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. സഭയാം തിരുസഭയാം ഈ ഞാൻ
സുമുഖി സ്വാഗതമോ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള ശ്രീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനവൻ്റെ സകല സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അല്പസമയം എവിടെയിരിക്കണം. കുഞ്ഞുങ്ങളെ പൊതുജീവിതത്തിലേക്ക് വിശുദ്ധ വിവാഹ ഉപദേശത്തിലൂടെ കടക്കുന്ന നവ ദമ്പതികളെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടേണ്ട ഒരു ശുശ്രൂഷയിൽ വൈദികർ ആശംസാ പ്രസംഗം നടത്തുവാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് പ്രസംഗത്തിന് പിന്നിലില്ല. എങ്കിലും 10 മിനിറ്റെങ്കിലും ഒരാശംസ അർപ്പിക്കുക എന്നുള്ളത് ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് വൈദികരുടെ എല്ലാവരുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ ഏതാനും വാക്കുകൾ ആശംസ അർപ്പിക്കുവാൻ ഈ മക്കൾ ഇന്ന് പ്രവേശിക്കുന്നു. ഏതാനും കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിനയ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളിയിട്ടുണ്ട്. നേർന്നുകൊണ്ട് അവരുടെ ഭാവി ഏറ്റവും ശോഭനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല സാക്ഷ്യമുള്ള ദമ്പതികളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളുന്ന ദൗത്യത്തിനുള്ള പെരുമാറുന്നു. അഭിനയ തിരുമനസ്സുകൊണ്ട് മണവാളൻ മണവാട്ടി നിങ്ങളുടെ പേരുകൾ എനിക്ക് ലെനിനും ഷെറിൻ്റെയും വിഭാഗത്തിലെത്തിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, 3 പേരുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ആദ്യ ഭാഗം പൂർത്തീകരിച്ചു. മുദ്രവാഴ്വ് കഴിഞ്ഞല്ലോ. അതിന് ലെനിനും ഷെറിനും കൂടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ അവരുടെ ജീവിതത്തിൽ ഒരുമിച്ച് പങ്കാളികളാകുവാൻ തക്കവണ്ണം ഉടമ്പടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് മുദ്രവാഴ്വ്. ആ ഒരു ഉടമ്പടി ഇവർ തമ്മിൽ സ്നേഹത്തിൻ്റെ ആരംഭത്തിൽ ദൈവസന്നിധിയിൽ എടുക്കുന്നതായിട്ടുള്ള ഉടമ്പടി ദൈവം പൂർത്തീകരിച്ചുകൊണ്ട് അതിനെ അനുഗ്രഹിച്ച് അതിനെ ഉറപ്പിക്കുന്ന ചിഹ്നങ്ങളാണ് സഭയുടെ പ്രതിനിധികളായിരിക്കുന്ന പുരോഹിതനോ അവർക്ക് മോതിരങ്ങൾ നൽകുന്നത്. ദൈവം ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദൈവസ്നേഹത്തിലും ദൈവകൽപ്പനകളിലും ഇവരുടെ കുടുംബ ജീവിതം നയിക്കുന്നിടത്തോളം ദൈവം ഇവർക്ക് അടിസ്ഥാനവും എല്ലാവിധ കൃപകളും നൽകിക്കൊണ്ട് ദൈവം ഇവരുടെ ഈ തീരുമാനത്തെ അനുഗ്രഹിക്കും എന്നുള്ളത്. രണ്ടാമത് നടക്കാൻ പോകുന്നതായിട്ടുള്ള ഉടമ്പടി ലെനിനും ഷെറിനും കൂടി ഒരുമിച്ച് മണവാളനും മണവാട്ടി ഭാര്യയും ഭർത്താവുമായിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ടുള്ള ഉടമ്പടിയാണ്. അവരിരുവരും കൂടി ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവരുടെ ജീവിതത്തിലെ യഥാർത്ഥമാക്കുവാൻ അവരുടേതായിട്ടുള്ള സമർപ്പണമാണ്. അതിനുമായിട്ട് ലക്ഷണങ്ങളുണ്ട്. 1, പരിപൂർണമായിട്ട് മറ്റൊരാളിനെ സ്വീകരിക്കുവാനായിട്ടും കൊടുക്കുവാനായിട്ടും. 2, കുറവുകളല്ല കഴിവുകൾ കണ്ടുപിടിക്കുവാനും കുറവുകളെ മറക്കുവാനും ക്ഷമിക്കുവാനും. അങ്ങനെയുള്ള സ്നേഹം ലെനിനും ഷെറിൻ്റെയും ജീവിതത്തിൽ അത് അനുഭവപ്പെടുമ്പോഴത്തേക്കാണ് അവർ 2 വ്യക്തികളാണെങ്കിലും ശരി ഒരു മനസ്സും ഒരു ആത്മാവും ഒരു ശരീരവുമായി തീരുന്നത്. അങ്ങനെ ഇരുവരും കൂടി ഇവരുടെ മണവാളനും മണവാട്ടിയുമായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു